Thought I saw a spark in your eyes, desperately and far away, conquered all my needs, and I put all the way aside. Faces come out of the rain, lowering the sea. We know better now. Let it be. I know we can't hold on, make it all worthwhile. It's the second round through the long defile. Here we are, where fire meets the cold. I'll let you leave, but please come back, 'cause I'll miss you the most of all. Behold, I saw a glimpse of coloring. It knocked me off my feet. Thought I saw a spark in your eyes, desperately and far away, conquered all my needs. I put all the way aside. I know we can't hold on, make it all worthwhile. It's the second round through the long divide. And here we are, where fire meets the cold. I'll let you leave, but please come back, 'cause I'll miss you the most of all. Behold, behold. ഷേർലി മകൾ ടാനിയയും പുളിക്കാലിയിലെ ഫ്രാൻസിസ് പോൾ റാണി പോൾ മകൻ ഔസേപ്പുമായിട്ട് കുദാശ സ്വീകരിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ കടന്നു വരുവാനും കുടുംബജീവിതത്തിൻ്റെ ഭദ്രതകൾ കാത്തു സൂക്ഷിക്കുവാനും വേണ്ട കൃപ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ രണ്ട് മക്കൾക്കും പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ രണ്ട് കുടുംബത്തിൽ ജനിച്ച ഈ പ്രിയപ്പെട്ട മക്കൾ ഇന്നു മുതൽ ഞങ്ങൾ രണ്ട് കുടുംബത്തിലല്ല ഒരു കുടുംബത്തിലെ അംഗമായി മാറുന്നു എന്ന ചിന്തയിൽ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ മനസ്സിലൂടെ കടന്നു വരാം. എങ്കിലും ഈ ചിന്ത മനസ്സിന് സന്തോഷം കൊടുക്കത്തക്ക വിധത്തിലൂടെ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ മാത്രമേ കുടുംബജീവിതം അനുഗ്രഹദായകമായി മാറുകയുള്ളൂ. കുടുംബജീവിതത്തിൽ ഉണ്ടാകാവുന്ന കയ്പുകളെ മധുരമാക്കുവാനും സഹനങ്ങളെ സുഹൃത്തുക്കളാക്കുവാനുള്ള കഴിവ് പ്രിയപ്പെട്ട ഔസേപ്പച്ചനും കനിയമോൾക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ കനിയാവരുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. മനുഷ്യരുടെ കഠിനാധ്വാനവും കനികാമരത്തിൻ്റെ മധ്യസ്ഥതയും പുത്രനായ യേശു അനുഗ്രഹം കൂടി ചേരുമ്പോൾ ഏതൊരു ജീവിതവും അനുഗ്രഹദായകമാകും. പ്രാർത്ഥനയിൽ ശരണം കണ്ടെത്തിക്കൊണ്ട് മുന്നേറുവാനുള്ള ശക്തിയാണ് പ്രിയപ്പെട്ട ഈ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്ക്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. In Christ
Christ alone my hope is found. He is my light, my strength, my song. This cornerstone, this solid ground, firm through the fiercest drought and storm. What heights of love, what depths of peace, when fears are stilled, when striving cease. My comforter, my all in all, here in the love of Christ I stand. Ooh, ooh. In Christ alone, who took on flesh, fullness of God in helpless babe. This gift of love and righteousness, scorned by the ones he came to save. Till on that cross as Jesus died, the wrath of God was satisfied. For every sin on him was laid. Here in the death of Christ I live. There in the ground his body lay, light of the world by darkness slain. Then bursting forth in glorious day, up from the grave he rose again. And as he stands in victory, I can't see through the windows, I can't hear through the walls, but I can't live in the middle, afraid of it all. I just need to feel the sun against my skin, 'cause I'm done with the cold. Go where nothing keeps the air from rushing in, so my heart can breathe again. Been fighting with the rivers and blinded by the storms, but I can see the flicker from underneath the door. I'm ready for a life where nothing holds me back. Oh, it's all that I need. Surrounded by the promises I know I have, where my heart can breathe again. സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേ എഴുന്നള്ളുക
തിരുസഭയെ നീ വന്നാലും സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേഴുന്നള്ളുക നീ പ്രിയകാന്തേനേക്കാ. ഏറ്റവും സന്തോഷവും
Amen.
പൂർണ്ണമായ
നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥന എപ്പോൾ ഇവരോടൊപ്പം ഉണ്ടായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിവാഹമെന്ന കൂതാശ കുട്ടികൾ കൊണ്ടല്ല, ഒരു കുട്ടി കളിയുമല്ല. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ രണ്ടുപേരും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സന്നദ്ധമായി ഏറ്റെടുക്കുവാൻ പോകുമ്പോൾ ഇവരുടെ ഉദാഹരണത്തിൽ ഇവർക്ക് ജന്മം കൊടുത്ത പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരും ബന്ധുജനങ്ങളുമൊക്കെ സന്തോഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചു കേട്ട സുവിശേഷ പദത്തില് കാനായിലെ കല്യാണത്തിൽ സംബന്ധിക്കുവാൻ ബന്ധുത പ്രകാരം യേശുനാഥനും ശിഷ്യന്മാരും കല്യാണവും പോവുകയാണ്. ഒരു നല്ല അടുക്കളക്കാരിയുടെ കാര്യത്തോടുകൂടി കല്യാണവും ആ കുടുംബത്തിൽ ഇടപെടുന്നു. യഹൂദ നിയമപ്രകാരം വിവാഹം എന്ന് പറയുന്നത് 7 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷമാണ്. അതുകൊണ്ട് ആഘോഷത്തിന്റെ അവസാന ദിവസമാകുമ്പോൾ കലവറയിൽ എന്തെങ്കിലും കുറവുകളുണ്ടാകുമെന്ന് നന്നായി അറിയുന്ന കലവറയിലേക്കാണ് ചെല്ലുന്നത്. പ്രാർത്ഥിക്കുമ്പോഴാണ് കുടുംബ ജീവിതത്തിൽ ആവോളം സന്തോഷവും സമാധാനവും അടുത്തുപോകാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ഏറ്റെടുക്കുന്ന നിങ്ങളുടെ കുടുംബ ജീവിത വിജയകരമായി മാറണമെങ്കിൽ പ്രാർത്ഥന ഒഴിച്ചുകൂടാത്ത ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ പരിശ്രമിക്കുക. ക്ഷമിക്കുമ്പോൾ സ്നേഹിതരെന്ന കൂട് പുരുഷൻ ഏറ്റവും കൂടുതൽ കോപിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടായിരിക്കും. ഭാര്യ ഏറ്റവും കൂടുതൽ കോപിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടായിരിക്കും. എന്നാൽ കോപം തുടരെ തുടരെ അതിർവിട്ടതാകുമ്പോൾ അവിടെ അവഗണന കടന്നു വരും. അവഗണിക്കാൻ തുടങ്ങിയ ഭർത്താവ് ഭാര്യയെ അവഗണിച്ചാൽ, ഭാര്യ ഭർത്താവിനെ അവഗണിച്ചാൽ കുടുംബ ജീവിതത്തിന്റെ സമാധാനമെല്ലാം നഷ്ടപ്പെടും. കോപിക്കുമ്പോൾ നഷ്ടപ്പെടില്ല, പക്ഷേ അവഗണിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ കുടുംബ ജീവിതം തകർന്ന് തരിപ്പണമാകും. ഞാൻ പറയുന്നത് സത്യം മാത്രമേ ഉള്ളൂ എന്ന് നോക്കി. ഈ അവബോധം എപ്പോഴും നല്ലത് തന്നെയാണ്. ഞാൻ ശരിയാണ്, നാം നല്ലവരാണ്. എന്നാൽ ഞാൻ മാത്രമേ നല്ലവരുള്ളൂ എന്ന് ചിന്തിച്ചാൽ അപകടമാണ്. എന്നെ പോലെ തന്നെ എന്റെ ഭാര്യയും എന്റെ ഭർത്താവും നല്ല കാര്യങ്ങൾ പറയുന്നു, നല്ലത് പ്രവർത്തിക്കുന്നു എന്ന് അംഗീകരിച്ചു കൊടുക്കുവാൻ സാധിച്ചാൽ കുടുംബ ജീവിതം സന്തോഷമാകുന്ന കാര്യത്തിൽ സംശയമില്ല. ആഗ്രഹിക്കുവാനുള്ളതല്ല, മറിച്ച് ആസ്വദിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് ആഗ്രഹങ്ങളെ അവരിലേക്ക് മാറ്റിവെച്ചിട്ട് ഈ ലോക ജീവിതം ആസ്വദിക്കുക. ഈ നിമിഷം ആസ്വദിക്കുന്നത് ഈ നിമിഷം തന്നെ ആസ്വദിക്കണം. ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ ഒരു തൊട്ടാവളിയെ ചവിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ തൊട്ടാവളിയെ ഒന്ന് തൊടുകയാണെങ്കിൽ ഉടനെ അതിന് കൈ പോകും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ശ്രദ്ധിച്ചു നോക്കുമോ? തൊട്ടാവളിയെ നമ്മളൊന്നും തൊടുകയാണെങ്കിൽ ആ തൊട്ടാവളി നമ്മുടെ മുമ്പിൽ കൈ കൂട്ടി നിൽക്കുകയാണ്. അതായത് സന്തോഷവും സമ്പത്തും സന്താന സൗഭാഗ്യവും ലഭ്യമാകുവാൻ ഞങ്ങൾക്ക് നിങ്ങൾ
ചിലപ്പോഴൊക്കെ സഹിക്കേണ്ടതായി വരുന്നത്. ആ സഹനങ്ങൾ എപ്പോഴും എൻ്റെ ഒരു സഹനം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സന്തോഷം പകരുന്നതാണെങ്കിൽ ആ സഹനം എപ്പോഴും മാതൃകതായി മാറുകയാണ്. ഈ
മന്ത്രത്തോടി കൃപാവരത്തിന് അനശ്വരപത്രത്തിൽ മനുഷ്യന്മാരെ അറിയിക്കുന്ന കർമ്മയുടെ കർത്താവ് ഈ മന്ത്രത്തോടി ആശീർവദിക്കണമേ. പൂർണ്ണമായി ആത്മസുഖപ്പെടുമ്പോൾ പരസ്പര സ്നേഹം വഴി നിന്നെ ധരിക്കുവാൻ നിർബന്ധമായി ഏകീകരിക്കണമേ. നിരമണ്ഡലമായ ഭക്ഷ്യസഭയിൽ മൗനത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവ് ലോകത്തിലെ നിഷ്കളങ്കരായി ജനിച്ച് സ്വർഗത്തിൽ മൗനത്തിന്റെ വസ്ത്രം അണിയിക്കുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു. തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. ആദിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു. അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. അവനിലുന്നതമാം അമ്പരവീതികളും മംഗളവീതികളിൽ പൊങ്ങി മുഴങ്ങുന്നു. അവനിലുന്നതമാം അമ്പരവീതികളും മംഗളവീതികളിൽ പൊങ്ങി മുഴങ്ങുന്നു, പൊങ്ങി മുഴങ്ങുന്നു. ആദിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു. അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. നവദമ്പതിമാരെ ആമുഖമരുളുന്നു. മഞ്ജുളമാണികളാൽ മംഗളമരുളുന്നു, മംഗളമരുളുന്നു. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദരിദ്രത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളണമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്ത ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും അവർ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടെ നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾ നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധ മാർഗ്ഗത്തിൽ നയിക്കുന്നതിനും അവർ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാ
തൻ നാമം. കാതിൽ എന്നീശോ തൻ നാദം. കണ്ണിൽ ഈശോ തൻ രൂപം. നെഞ്ചിൽ ഈശോ തൻ സ്നേഹം. മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോ തൻ നാമം. കാതിൽ എന്നീശോ തൻ നാദം. കണ്ണിൽ ഈശോ തൻ രൂപം. നെഞ്ചിൽ ഈശോ തൻ സ്നേഹം. മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോ തൻ നാമം. നീയൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി. കാതിൽ തിരുമൊഴി കേട്ടു നീയൻ പൈതലല്ലേ. ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോ തൻ നാമം. കാതിൽ എന്നീശോ തൻ നാദം. പ്രീതികരവുമായ സജീവ ബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൊട്ടാരത്തിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യതയെന്ന് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമാണെങ്കിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. The steadfast love of the Lord never ceases. His mercies never come to an end. They are new every morning, new every morning. Great is thy faithfulness.